ലെബനാനിൽ നിന്ന് പിന്മാറാൻ ഇസ്രായേൽ ആലോചിക്കുന്നു. ഒരു പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കാര്യത്തിന് ഇസ്രായേൽ ഗവൺമെന്റിനെ തന്നെ ഉപദേശിച്ചത്. കാര്യം ലെബനാനിൽ തുടരുന്നിടത്തോളം കാലം അമേരിക്കയുമായിട്ട് അകന്നു നിൽക്കേണ്ടി വരും. അമേരിക്കയുമായിട്ട് അകന്നു നിൽക്കുന്നിടത്തോളം കാലം അവരുടെ സൈനിക സാമ്പത്തിക സഹായം കിട്ടാതെ പോകുന്നൊരു സ്ഥിതിവിശേഷം വരും. അങ്ങനെ വരുന്ന സമയത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടും. ഇപ്പം തന്നെ ഏറെക്കുറെ ഇസ്രായേൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥിതിയാണ്. മാത്രവുമല്ല, കൃത്യവും വ്യക്തവുമായിരിക്കുന്ന ഒരു ശത്രു രാജ്യമായിട്ട് ഇറാൻ നിലനിൽക്കുന്നു. ഇറാനെ ആരും സഹായിക്കുന്നില്ല എന്നൊക്കെ പറയാമെന്നല്ലാതെ വൻ തോതിൽ സാമ്പത്തികം ചെയ്തുകൊണ്ട് അറേബ്യൻ രാജ്യങ്ങൾ സഹായിക്കുന്നു. കാര്യം അറേബ്യൻ രാജ്യങ്ങളുടെ നിലനിൽപ്പ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇറാനുമായി ബന്ധപ്പെട്ടതാണ്. അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ രാജ്യങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തും എന്ന് നിലവിലെ സാഹചര്യത്തിൽ പറയാൻ വേണ്ടി സാധിക്കുകയില്ല. അതിൻ്റെ കാര്യം കഴിഞ്ഞ ഇസ്രായേലിൻ്റെ ആക്രമണം നമ്മൾ ആക്രമിച്ചതോട് കൂടിയിട്ട് അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷിതത്വം ചോദ്യം ചെയ്യപ്പെട്ടു. അമേരിക്കയിൽ നിന്ന് തങ്ങൾക്ക് സുരക്ഷിതം കിട്ടില്ലെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും എന്താവില്ല, അമേരിക്കയെ അറേബ്യൻ രാജ്യങ്ങൾ വിശ്വസിക്കില്ല. അങ്ങനെ അകന്ന് പോകുന്നതോടനുബന്ധിച്ച് പിന്നീട് ഒരു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരക്ഷിതത്വം ഏറെക്കുറെ നൽകുന്നത് അമേരിക്ക തന്നെയാണ്. വർഷാന്തം അവർക്ക് ദശകോടികളുടെ ബജറ്റ് പണം പാസ്സാക്കിയിട്ട് ആയുധങ്ങൾ നൽകുന്നുണ്ട്. 3.6 ബില്യണാണ് ഓരോരോ മാസത്തിലും നൽകുന്നത് വാർഷിക ആയുധ വിൽപ്പന നടത്തുന്നതിന് അപ്പുറമായി. അപ്പോൾ ഇവിടെ വിലയിരുത്തത് രണ്ട് തരത്തിലാണ്. ഒന്ന്, അറേബ്യൻ രാജ്യങ്ങൾ അവർ ആയുധങ്ങൾ ശേഖരിക്കുകയും ക്രോഡീകരിക്കുകയും ചെയ്തുകൊണ്ട് പ്രതിരോധ മേഖലയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുന്ന പ്രവർത്തികളൊന്നും അവർ ചെയ്യാറില്ല. അവരെപ്പോഴും രാജ്യ പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ടും തൊട്ടടുത്ത രാജ്യത്തേക്കാൾ തങ്ങളുടെ രാജ്യം വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാവണം എന്ന കാര്യത്തിൽ ഊന്നിരിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ തന്നെ അറേബ്യൻ രാജ്യങ്ങളാണ്. ഇപ്പോൾ ഖത്തറിൽ ഫിഫ വേൾഡ് കപ്പ് കഴിഞ്ഞ പ്രാവശ്യം വന്നു. അത് നിസ്സാര സംഭവം നല്ല വലിയ സംഭവമാണ്. മൂന്നും നാലും രാജ്യങ്ങളിലാണ് ഫിഫ വേൾഡ് കപ്പ് സാധാരണഗതിയിൽ നടത്താറുള്ളത്. ഇപ്പോൾ നടക്കുന്ന ഫിഫ വേൾഡ് കപ്പ് 3 രാജ്യത്താണ്. എന്നാൽ ഖത്തറിലായിരുന്ന സമയത്ത് ഒറ്റ രാജ്യത്ത് ഇത്രയും ആളുകളെ, ഇത്രയും ലോക രാജ്യങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നടന്നു എന്ന് പറയുന്നത് അറേബ്യൻ രാജ്യങ്ങൾക്ക് അഭിമാനമായിരിക്കുന്ന കാര്യമാണ് എന്നതിനപ്പുറം സൗദി അറേബ്യ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ഫിഫ വേൾഡ് കപ്പ് വരാൻ പോകുന്ന വർഷത്തിൽ 2034 ഫിഫ വേൾഡ് കപ്പിന് അവർക്ക് അംഗീകാരം കിട്ടി. അപ്പോൾ ഒരു രാജ്യം പുരോഗതി ഉണ്ടാകുന്ന സമയത്ത് അതിற்கு മേലെ പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി വാശി പിടിച്ചിട്ട് രാജ്യ പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനാണ് അറേബ്യൻ രാജ്യങ്ങൾ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന പ്രദേശമായിട്ട് അറേബ്യൻ രാജ്യങ്ങൾ മാറിയത്. 36 ലക്ഷത്തോളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന രാജ്യമാണ് UAE. അതിൽ പകുതിയിലധികം മലയാളികളാണ്. 18 മുതൽ 23 ലക്ഷത്തോളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന രാജ്യമാണ് സൗദി അറേബ്യ. അതിൽ പകുതിയോളം 40-45% മലയാളികളാണ്. ഇങ്ങനെ പോകുന്നുണ്ട് അതിൻ്റെ ഇന്ത്യക്കാരുടെ കണക്ക്. എന്നാൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇസ്രായേൽ എത്ര ഉണ്ട് താരതമ്യേന നോക്കുന്ന സമയത്ത് വളരെ കുറവാണ് അവിടെ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ഇസ്രായേൽ എണ്ണത്തിൽ വളരെ കുറവാണ്. കാര്യമെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യ പുരോഗതിക്കപ്പുറം മറ്റുള്ള ദേശത്തെ ആക്രമിച്ചുകൊണ്ട് അവിടെ ഭൂപ്രദേശം പിടിച്ചെടുക്കാനുള്ള ആ ഒരു പ്രവൃത്തിയും അതൊരു മെൻറ്റാലിറ്റിയിലൂടെ നീങ്ങുന്നു. രണ്ട് തരത്തിലാണ് പോകുന്നത് ചുരുക്കം. ഒന്ന്, രാജ്യ പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. രണ്ടാമത്തേതിനെ സംബന്ധിച്ചിടത്തോളം രാജ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ന തരത്തിൽ മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ആയുധ സംവിധാനങ്ങൾ നടത്തുന്നു. രണ്ട് തരത്തിലാണ്. ഏതായിരുന്നാലും അവർക്ക്, അതായത് മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ഉയരമുള്ള ബിൽഡിംഗ് ഉള്ളത് ബുർജ് ഖലീഫ ദുബായിലാണ്, UAE-ലാണുള്ളത്. ഇപ്പോൾ സൗദി അറേബ്യയിൽ വരാൻ പോകുന്നത് 1 കിലോമീറ്ററിലധികം നീളത്തിൽ, അതായത് ഉയരത്തിൽ വലിപ്പമുള്ള ബിൽഡിംഗ് നിർമ്മിക്കുന്നു. അതിൻ്റെ കാര്യം എന്താ? അതിനേക്കാൾ മെച്ചപ്പെട്ടത് ഇവിടെ ആവണം. ലോകത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഉയരമുള്ള ബിൽഡിംഗ് ബുർജ് ഖലീഫയാണ്. ഇനി ഇത് പൂർത്തിയാകുന്ന സമയത്ത് സൗദി അറേബ്യ ആയിട്ടുണ്ട്. സൗദി അറേബ്യ 2 ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ഉണ്ടാക്കാൻ പോകുമല്ല, ഏകദേശം അതിൻ്റെ ഒരു 60% പണി കഴിഞ്ഞു. ഒന്നിൻ്റെ ഉയരമാണ് പറയുന്നത് 1 കിലോമീറ്റർ. രണ്ടാമത്തിൻ്റെ ഉയരം 1.25 എന്ന് വെച്ചാൽ 1.25 കിലോമീറ്ററോളം ഉയരം മാത്രമാട്ടോ പറയുന്നത്. അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉയരമുള്ള 1ഉം 2ഉം ബിൽഡിംഗ് ആയിട്ട് സൗദി അറേബ്യ മാറും. നമ്മൾ പറയുന്ന കാര്യം രാജ്യ പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അറേബ്യൻ രാജ്യങ്ങൾ സംസാരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള രാജ്യങ്ങളുടെ ഭൂപ്രദേശം പിടിച്ചെടുത്തുകൊണ്ട് രാജ്യത്തെ വിസ്തൃതമാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ശ്രമിക്കുന്നു. രണ്ട് പാറ്റേണിലാണ് പോകുന്നത് എന്ന് ചുരുക്കം.
ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ വിപുലീകരിക്കണം, അത് സാമ്രാജ്യമാക്കി മാറ്റണം, വിശാല രാജ്യമാക്കണം, അത് തന്നെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു കഴിഞ്ഞ വർഷം UN സഭയിൽ വെച്ച് തന്നെ പറഞ്ഞതാണ്. തന്നെ നിയോഗിച്ചിട്ടുണ്ട് ദൈവം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വിശാല ഇസ്രായേൽ ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള സ്ഥല കാര്യങ്ങൾ ഇവിടെ ഉണ്ടോ, ഈ ഇസ്രായേലുണ്ടോ? ഇല്ല. മറ്റുള്ള രാജ്യങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് അവർ കീഴ്പ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കുക. 1967 അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ചെയ്തത്, അതിൻ്റെ തുടർ ചലനങ്ങളും ഉണ്ടാവും. അന്ന് ലെബനാൻ്റെയും സിറിയയുടെയും ജോർദാൻ്റെയും ഈജിപ്തിൻ്റെയും ഭൂപ്രദേശം പിടിച്ചെടുത്തു. അത് ഈജിപ്തിൽ നിന്ന് പിടിച്ചെടുത്തതാണ് ഗസ എന്ന് പറയുന്നത്. ഗസ ആ സമയത്തൊക്കെ ഈജിപ്തിൻ്റെ കൈവശത്തിൽ 1967 നഷ്ടപ്പെടുന്നത്. വെസ്റ്റ് ബാങ്ക് ജോർദാൻ്റെ കൈവശം നഷ്ടപ്പെട്ടു. സിറിയയിൽ നിന്ന് ഗോലൻ കുന്ന് നഷ്ടപ്പെട്ടു. ലെബനാനിൽ നിന്ന് നഷ്ടപ്പെട്ട ഭൂപ്രദേശം പല ഘട്ടങ്ങളിലായിട്ട് ഒരു പരിധി വരെ പിടിച്ചെടുക്കാൻ അവർ സാധിച്ചിട്ടുണ്ട്. 1986 അവിടെ ഹിസ്ബുള്ള ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. അതിനുശേഷം പിന്നെ നിരന്തരം ആക്രമണവും യുദ്ധവും തന്നെയാണ്. ആ യുദ്ധത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് പല ഘട്ടങ്ങളിൽ ഇസ്രായേൽ സാധിക്കാതെ ചില പ്രദേശം ഇട്ടെറിഞ്ഞ് പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് ലെബനാനുമായിട്ടുള്ള വിഷയം, ലെബനാനെ കീഴടക്കുക, പിന്നെ സിറിയയിലേക്ക് വരിക, ഈജിപ്തിലേക്ക് വരിക, ജോർദാനിലേക്ക് വരിക, പിന്നീട് സൗദി അറേബ്യയിലേക്ക് വരിക. ജോർദാൻ കഴിഞ്ഞാൽ സൗദി അറേബ്യ എത്തി. വിശാലമായിരിക്കും സാമ്രാജ്യം ഉണ്ടാക്കുക എന്നുള്ളത്. അതിന് ആദ്യത്തെ കീഴടങ്ങൽ അല്ലെങ്കിൽ ആദ്യത്തെ കീഴടക്കലാണ് ലെബനാൻ എന്ന് പറയും. അവിടെ തന്നെ ഉടക്കാണ്, പ്രശ്നങ്ങളാണ്, വിഷയങ്ങളാണ്. അതിനെ അതിജീവിക്കാൻ സാധിച്ചാൽ വളരെ എളുപ്പത്തിൽ തൊട്ടടുത്ത രാജ്യങ്ങൾക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. കാരണം ഈജിപ്ത് ആണെങ്കിലും ജോർദാൻ ആണെങ്കിലും പിന്നെ സിറിയ ആണെങ്കിലൊക്കെ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട സർക്കാരാണ്. അവർക്ക് കീഴടങ്ങുന്ന രീതിയിലും അവരുടെ നിലപാടുകളൊക്കെ അംഗീകരിക്കുന്ന തരത്തിലുമാണ്, നമുക്കതറിയാവുന്നതാണ്. പക്ഷേ ലെബനാൻ അങ്ങനെയല്ല. അവിടെ ഹിസ്ബുള്ള ഗ്രൂപ്പുണ്ട്, അത് ശക്തമായ തിരിച്ചറിവുണ്ടാവും. അതിൻ്റെ പിന്നാമ്പുറ ഇറാനാണ്. ഒരു വിട്ടുവീഴ്ച ഒരു കാലത്തും തയ്യാറാവില്ല. അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അവരുമായി ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ വലിയ ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് ഈ ഇറാന് സാധിക്കും. ഇറാൻ ഇടപെടൽ നടത്തിക്കഴിഞ്ഞാലോ പിന്നീട് അത് ശക്തമായിരിക്കും യുദ്ധമായിട്ട് വരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്ക മാറി നിൽക്കുകയും ചെയ്താൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഒറ്റയ്ക്ക് ഇറാനുമായിട്ട് യുദ്ധം ചെയ്ത് കീഴടക്കാനോ പരാജയപ്പെടുത്താനോ സാധിക്കുകയില്ല. ഇറാൻ മേൽക്കോയ്മ നേടുക എന്ന് മാത്രമല്ല വലിയ നാശങ്ങളും നഷ്ടങ്ങളും രാജ്യത്തുണ്ടാക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ, ഏറ്റവും ലളിതമായിരിക്കുന്ന മാർഗ്ഗം എന്ന് പറയുന്നത്, വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത് ലെബനാനിൽ ഇപ്പോൾ പിന്മാറിയതിന് ശേഷം പിന്നീട് ഈ അന്തരീക്ഷ സ്ഥിതികളൊക്കെ എങ്ങനെയാവും എന്നുള്ളത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അതിനപ്പുറം എന്താണ് ഇറാൻ എന്ന് പഠിക്കുക. ഇറാൻ്റെ കീഴിൽ ആയുധത്തെക്കുറിച്ച് പഠിക്കുക, ആയുധം സൂക്ഷിക്കപ്പെട്ട മേഖലയെക്കുറിച്ച് പഠിക്കുക, അവിടെ സൈന്യത്തിൻ്റെ തന്ത്രപരമായിരിക്കുന്ന നീക്കത്തെക്കുറിച്ച് പഠിക്കുക, എന്നിട്ട് കുറച്ചും കൂടി രഹസ്യങ്ങൾ ചോർത്താൻ പറ്റുമോ എന്ന് നോക്കുക. ഇതെല്ലാമാണ് ഇപ്പോൾ ഇസ്രായേൽ സർക്കാരിനെ ഉപദേശിച്ചത്. മറ്റൊരു വിഷയം അവിടെ വരുന്നത് 2027 അടുത്ത വർഷം അവിടെ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. തെരഞ്ഞെടുപ്പ് വന്നാൽ നിലവിൽ തന്നെ 4ഓളം ക്രിമിനൽ കേസ് നെതന്യാഹുവിൻ്റെ പേരുണ്ട്. നെതന്യാഹുവിൻ്റെ പേരുള്ള ഈ ക്രിമിനൽ കേസ് എന്ന് പറഞ്ഞാൽ ജയിലിൽ കിടക്കേണ്ട കേസാണ്. സാമ്പത്തിക തട്ടിപ്പടക്കമുള്ള വലിയ വിഷയമാണ്. അപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് കോടതി എന്ത് ചെയ്തത്, പിന്നെ നീട്ടിക്കൊടുത്തത്. യുദ്ധം കഴിഞ്ഞാൽ പിന്നെ വിഷയമല്ലല്ലോ. അങ്ങനത്തെ ഒരു വിഷയം, ആ ഒരു വിഷയമാണ് നെതന്യാഹുവിനുള്ളത്. പക്ഷേ രാജ്യം മൊത്തം പരാജയപ്പെടുന്ന സ്ഥിതിയാണ് ഇപ്പോഴത്തെ നിലവിലെ ലെബനാൻ്റെ അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത് എന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഇപ്പോൾ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ലെബനാനിൽ നിന്നുള്ള പിന്മാറ്റമാണ്. അങ്ങനെ പിന്മാറിയാൽ ഏറെക്കുറെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റും. കൊല്ലപ്പെടുന്ന സൈനികരുടെ എണ്ണം കുറക്കാൻ വേണ്ടി പറ്റും. നഷ്ടപ്പെടുന്ന ടാങ്കിൻ്റെ എണ്ണം കുറക്കാൻ വേണ്ടി പറ്റും. ഇറാനുമായിട്ട് കൊമ്പ് കോർത്തുകൊണ്ട് വീണ്ടും അറേബ്യൻ രാജ്യങ്ങൾ ഇറാനെ സഹായിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കാതിരിക്കാൻ നോക്കാൻ വേണ്ടി പറ്റും. അമേരിക്കയുമായിട്ട് കുറച്ചും കൂടി അടുത്ത് നിൽക്കാൻ വേണ്ടി പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പറയുന്നത് അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ച് ഇസ്രായേൽ നീങ്ങുന്നു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ പിന്നേക്ക് കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഈ തരത്തിലാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റുന്ന പ്രധാനമായിരിക്കുന്ന ഒരു കാര്യം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം രാജ്യം ഇത്ര ശക്തമായ രീതിയിലുള്ള പ്രതികരണവുമായിട്ട് മുന്നോട്ട് വരുന്നത്. അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും സാധിക്കില്ല എന്നുള്ള കാര്യം, ഇസ്രായേലിനെ സംബന്ധിച്ച് വിജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ലോകത്താകമാനമുള്ള ജൂത വിഭാഗങ്ങൾ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. അവർ പരസ്യമായി രംഗത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതി വരുന്നു. അറേബ്യൻ രാജ്യങ്ങളിൽ ഞാൻ അമേരിക്കൻ പൗരനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു അമേരിക്കൻ പൗരന്മാർക്ക് ധൈര്യപൂർവ്വം പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം അവർ ഒറ്റപ്പെട്ടു പോകുന്നൊരു സ്ഥിതിയാണുള്ളത്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇവർ അഭിമുഖീകരിക്കുന്നത്. ചെറിയ പ്രശ്നങ്ങളൊന്നുമല്ല. ഈ പ്രശ്നത്തെ എല്ലാത്തിനെയും ഒരേ സമയത്ത് തന്നെ പ്രതിരോധിച്ച് നിർത്തുക എന്ന് പറയുന്ന നിലവിൽ സാഹചര്യത്തിൽ ഇസ്രായേൽ സാധിക്കില്ല എന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറയുന്ന കാര്യം എങ്ങനെയാണ്, പ്രശ്നപരിഹാരത്തിന് തൽക്കാലത്തേക്ക് വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടിയിട്ട് അവിടുന്ന് പിന്മാറുക.
സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഘടകം അതാണ്. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇതാണ് നിർദ്ദേശം. ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായ രീതിയിൽ പിന്മാറ്റം ലെബനാനിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതോടൊപ്പം തന്നെ ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആ ചർച്ച ചെയ്ത് ഏത് തരത്തിലാണ്, ഏത് രീതിയിലാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ ഇപ്പം വലിയ രീതിയിലുള്ള മുന്നേറ്റം ഹമാസ് ഉണ്ടാക്കുന്നു എന്നുള്ളതും അതിനെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് സാധിക്കുന്നില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ട് കൂടിയാണ് പുറത്തു വരുന്നത്. ഏതായിരുന്നാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല സമയമല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.